ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ആൻഡ് അക്വാറ്റിക്സിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും ചോദിച്ച സംശയമായിരുന്നു, എങ്ങനെ എന്തെങ്കിലും മൊയിന എൻ്റെ ചെറിയ പാരമീസിയമോ മൈക്രോബിംസ് ഒന്നും ഇല്ല, എൻ്റെ ബീറ്റ വിഷനെയും മറ്റേ ഫിഷുകളുടെ ഫ്രൈസിനൊന്നും കൊടുക്കാറില്ല, അപ്പോൾ എന്താ ചെയ്യേണ്ടത് പലരും ചോദിച്ച സംശയമായിരുന്നു. അപ്പോൾ അതൊക്കെ സൊല്യൂഷനാണ് എഗ് യോക്ക്, മുട്ടയുടെ ഉണ്ണി പൊഴിഞ്ഞ ശേഷം അത് കൊടുക്കുന്നത്. അത് വളരെ നല്ലതാണ് കുഞ്ഞ്. പക്ഷേ ഒരു ചെറിയൊരു എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഭാഗം ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഭാഗം ഉണ്ടാവും. അതുപോലെ തന്നെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ വെള്ളം കേടുവരിക എന്ന് ചെറിയ പ്രശ്നമുള്ളൂ. അത് നമുക്ക് നമ്മൾ ഫീഡിങ് ചെയ്യുന്ന വഴി നമുക്കതും പരിഹരിക്കാൻ പറ്റുന്ന തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നല്ലൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ കുറച്ച് ഫ്രൈസാണ് കാണാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും വെക്കണം. ഒരു തരി പോലെ സാധനങ്ങൾ ഇങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കണം കാണാം. അടിയിലല്ല, മേലെ ആയിട്ട് കേട്ടോ. അടിയിൽ അതിൻ്റെ വേസ്റ്റാണ് വേറെ. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് ഫ്രൈസാണ് ഇപ്പം എൻ്റെ. അപ്പോൾ ഇവർക്ക് ചെറിയ ഇനം ഫ്രൈസാണ്. പിന്നെ ഇവർക്ക് മൊയിനെ കൊടുക്കാൻ പറ്റില്ല. ബീറ്റ വിഷൻ കുഞ്ഞുങ്ങൾ തന്നെയാണ്, പക്ഷേ ഇവർക്ക് മൊയിനെ കൊടുക്കാൻ പറ്റില്ല. മൊയിന അങ്ങനത്തെ ഫീഡൊന്നും കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റുന്ന ഫീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടീമെ പോലെ ചെറിയ ഇനം ഇതോ അല്ലെങ്കിൽ പാരമിസിയം അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഫുഡ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞ പക്ഷേ ഇവർക്ക് മൊയിനെ കഴിക്കാൻ പറ്റും. 20 ദിവസം കഴിഞ്ഞാൽ 20 ദിവസം വരെ നമ്മൾ എന്ത് ഫുഡ് കൊടുക്കും? ആ എഗ് യോക്ക് നമുക്ക് പറ്റും. ചെറിയ തന്നെ മുട്ട പൊഴിഞ്ഞതാണിത്. ഇത് നമ്മൾ നേരിട്ട് അങ്ങനെ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് വെള്ളത്തിൽ ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ല കലക്കി ചേർത്തിട്ട് അത് ഒറ്റിച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് ഫീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ ഫ്രൈസിനും ഏതിനും ഇനം ഫ്രൈസിനാണെങ്കിൽ ഫീഡിംഗ് ഒക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. നിങ്ങൾ ആ ടൈമിംഗ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക. വലിയ മീനുകൾക്കാണെങ്കിൽ ചെറിയ മീനുകൾക്കൊക്കെ ഒരു ടൈമിംഗ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ അപ്പോൾ രാവിലെ രാവിലെ തന്നെ കൊടുക്കുക. പിന്നെ വൈകുന്നേരം 2 നേരം ഇപ്പോൾ എഗ് യോക്കാണെങ്കിൽ ഫീഡ് ചെയ്യാം. മറ്റേതാണെങ്കിൽ ഇപ്പോൾ എഗ് യോക്ക് കേട് വരുന്നതുകൊണ്ടാണ് 4 നേരമൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എഗ് യോക്ക് എങ്ങനെ 4 നേരം ഫീഡ് ചെയ്ത് വെള്ളം പെട്ടെന്ന് കേട് വരും. അതുകൊണ്ടാണ് 2 നേരം ഫീഡ് ചെയ്യുന്നത്, രാവിലെയും വൈകുന്നേരവുമായിട്ട്. അപ്പോൾ വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മൾ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ എഗ് ഒക്കെ നമുക്ക് ഗ്ലാസ്സിൽ വെള്ളം ചേർത്തിട്ട് ഇത് കലക്കി കൊടുക്കും. പക്ഷേ അതെല്ലാം തന്നെ പൊടിയില്ല, വലിയ വലിയ കഷ്ണങ്ങളുണ്ടാവും. ആ കഷ്ണങ്ങൾ ഇപ്പോൾ നിങ്ങൾ അക്കോത്തിട്ട് കൊടുക്കുമ്പോൾ ഇത് അടിയിൽ പോയി കിടക്കുകയും ഇത് പോലെ ഫംഗസ് രോഗങ്ങൾ വരുന്ന ഈ മീൻ കുഞ്ഞുങ്ങളൊക്കെ ചത്തുവെന്ന് കാരണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇങ്ങനത്തെ വലിയ കഷ്ണം വരാണ്ട് നല്ലോണം ചേരുന്നത് തന്നെ വേണം. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇങ്ങനെ വലിയ കവറിൽ വെച്ച ശേഷം നല്ലോണം വലിയ സാധനം എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ നല്ല അരയ്ക്കുക. ഞാനിവിടെ ചെറിയ നമ്മൾ തീറ്റ കൊടുക്കുന്ന പാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മീനുകൾക്ക് കൊടുക്കുന്ന പാത്രമാണ്. അതുകൊണ്ട് നമ്മൾ നല്ലോണം തന്നെ ഇതിങ്ങനെയാണ് ആക്കുക. അപ്പോൾ നല്ലോണം തന്നെ ഇത് വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട്. പരമാവധി നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്യാതിരിക്കുക. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. അത് കുറച്ചുകൂടി നല്ല നമ്മൾ ഷോപ്പുകളിൽ മീൻ മേടിക്കാൻ ഉപയോഗിക്കുന്ന മീൻ അവർ തരുന്ന ഷോപ്പുകളിൽ നിന്ന് കവറില്ലേ, പ്ലാസ്റ്റിക് കവർ, അതൊക്കെ യൂസ് ചെയ്താൽ മതി. കുറച്ചും നല്ലത് അതായിരിക്കും തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിങ്ങനെ അതിലേക്ക് വെള്ളം ചേർത്ത ശേഷം ഇത് നല്ലോണം ആക്കുക. അതിന് ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് എടുക്കുക. ഗ്ലാസ്സിലേക്ക് ഒരു കുപ്പിയിലേക്ക് എങ്ങനെയാണ് എടുക്കുക നിങ്ങൾ? അപ്പോൾ അത് നിങ്ങൾ ഗ്ലാസ്സിലേക്ക് ആക്കുക. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടി അതൊന്ന് കുലുക്കിയിട്ടൊക്കെ ഒന്ന് തിരിച്ച് ഈ ഗ്ലാസ്സിലേക്ക് തന്നെ ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ ചെറിയ തരികളായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് വളരെയധികം ചെറിയ ചെറിയ തരികൾ കാണാൻ പറ്റും. വളരെ ഈ ഗോൾഡ് ഫിഷ് അതുപോലെ ബീറ്റ ഫിഷ്, ഏഞ്ചൽ അങ്ങനെ ചെറിയ ചെറിയ മീൻ കുഞ്ഞുങ്ങൾ. ഗപ്പീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഗപ്പീസ് അത്രയും വലുപ്പമുണ്ടാവും. നിങ്ങൾക്ക് വല്ല പെല്ലറ്റ്സ് പൊടിച്ച് കൊടുത്താൽ മതി. ഈ ലൈഫ് ഫുഡ് ഇല്ലാത്തവർക്കാണ് ഇതൊക്കെ പറയുന്നത്. പെല്ലറ്റ്സ് പൊടിച്ച് കൊടുത്താൽ മതി നിങ്ങൾക്ക്. അല്ലെങ്കിൽ മൊയിന ഉള്ളവർക്കാണെങ്കിലും മൊയിന ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മൊയിന തന്നെ ഇവരുടെ വലുപ്പമുണ്ടാവും, ഈ കുഞ്ഞുങ്ങളെ വലുപ്പമുണ്ടാവും. നിങ്ങൾക്ക് ഒരിക്കലും മൊയിന ഇവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല. 20 ദിവസം 15 ദിവസം കഴിഞ്ഞാൽ മൊയിന കഴിക്കാനുള്ള പ്രായം ഇവർക്കാവുള്ളൂ. അതുവരെ നിങ്ങൾക്ക് ഇത് ഫീഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്നത് എങ്ങനെ ഇത് എഗ് യോക്ക് എങ്ങനെ നമുക്ക് എഗ് യോക്ക് ഇങ്ങനെ കൊടുക്കാം എന്നൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത്. ഇനി ഇതിന് ടൈമിംഗ് ഒക്കെ നമുക്ക് പറയാം. ഇനി ഇപ്പോൾ രാവിലെയും വൈകുന്നേരമാണ് ഇത് കൊടുക്കേണ്ടത്. കാരണം ഇത് കൂടുതൽ ക്വാണ്ടിറ്റി കൂടാൻ പാടില്ല. രാവിലെയും വൈകുന്നേരം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലരുടെ ടാങ്ക് ഇങ്ങനെ ഇങ്ങനെ ആവും, സ്ക്വയർ ടൈപ്പ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ റൗണ്ട് ടൈപ്പ് ആവും. പല ടാങ്ക് പലതരമാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഈ കൊടുക്കുമ്പോൾ രാവിലെ 2 നേരം കൊടുക്കാം, രാവിലെയും വൈകുന്നേരം. ക്ലിയർ ടൈമിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഒരു അരമണിക്കൂർ അങ്ങോട്ടുകൊണ്ട് പോയാൽ കുഴപ്പമില്ല. നിങ്ങൾ രാവിലെ ഒരു 9 മണിക്കാണ്, ഒരു 7 മണിക്കാണ് രാവിലെ കൊടുക്കുന്നത്. കൃത്യമായി 7 മണിക്ക് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഒരു 7:30 അല്ലെങ്കിൽ ഒരു 8, ഒരു 6:45 അങ്ങനെയൊന്നും കുഴപ്പമില്ല. കുറച്ച് സമയം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. ഒരു വൈകുന്നേരം കൊടുക്കുകയാണെങ്കിൽ അതേ സമയം ഒന്ന് നോക്കുക. നിങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ഒരു 10 മണിക്ക് കൊടുത്തു, നാളെ ഒരു 1 മണിക്ക് കൊടുത്തു, അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും ക്ലിയർ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ രാവിലെ ഇപ്പോൾ 2 നേരം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇട്ട് കൊടുക്കുക. കാരണം ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള മീൻ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും കിട്ടിയെന്ന് വരില്ല. ഇവർക്ക് ഫീഡ് എടുക്കാൻ അറിയില്ല. ഇവർക്ക് ഭക്ഷണം പോയി എടുക്കാമെന്നവർക്ക് അറിയില്ല. ഇപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്താൽ ഈ ഏരിയ ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം
ഇത് കുറേ എണ്ണം അവിടെ നിൽക്കണു, ഇവിടെ കുറേ ഇവിടെ ഇങ്ങനെയൊക്കെ നിൽക്കണു, ഇവിടെ മൊത്തം നിരന്നിക്കുന്നുണ്ട്. ഇവിടെ ഇട്ട് കൊടുത്താൽ ഇവരുള്ളവർ വന്ന് എടുക്കില്ല. അപ്പോൾ നിങ്ങൾ രാവിലെ ഇവിടെ ഇട്ട് കൊടുക്കുന്നെങ്കിൽ വൈകുന്നേരം ഇവിടെ ഇട്ട് കൊടുക്കുക, ഈ സൈഡിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞാൽ 2 ഭാഗത്തുള്ള കിട്ടും. ചില റൗണ്ട് ടാങ്ക് ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഒരു രാവിലെ ഒരു സൈഡ് ഇട്ട് കൊടുത്തെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വൈകുന്നേരം ഇട്ട് കൊടുക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്കത് ഫ്രിഡ്ജ് എടുത്ത ശേഷം ഈ എഗ് യോക്കിൻ്റെ അത് വെള്ളത്തിൽ ഫ്രിഡ്ജ് എടുത്ത ശേഷം നിങ്ങൾക്കത് സമയാനുസരണം നിങ്ങളത് ഫീഡ് ചെയ്ത് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒഴിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സിറിഞ്ചോ അങ്ങനത്തെ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഐഡിയ വെച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഫീഡിങ് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ കുറച്ച് മാത്രം ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പോലും പറ്റില്ല, വളരെ ചെറിയ തരികൾ കാണാൻ പറ്റും. അത് ഫീഡ് ചെയ്താണ്. അപ്പോൾ അത് ആദ്യത്തെ ഫീഡാണ്, 3 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഫീഡ് ചെയ്തത്. അപ്പോൾ പലരും സംശയം ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ആക്കിയതാണിത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വരുന്നത് കൊടുക്കുക പാരമീസിയമാണ്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ എഗ് യോക്ക് ഇപ്പോൾ ആദ്യം കാലം എഗ് യോക്കായിരുന്നു, പാരമീസിയം കിട്ടിയപ്പോൾ ഞാൻ പാരമീസിയം കൊടുക്കാൻ തുടങ്ങി. അത് കുറച്ച് നല്ലതെന്ന് തോന്നിയോണ്ട് എനിക്ക്. നിങ്ങളുടെ ഇപ്പോൾ എല്ലാവരും കിട്ടിയെന്ന് വരില്ല, ചില മൊയിന് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയവർ. അപ്പം മൊയിനുള്ളവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊരു ദിവസം വരെ ഫീഡ് ചെയ്ത ശേഷം നിങ്ങൾ അത് മൊയിനെ ഫീഡ് ചെയ്യാൻ കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇട്ട വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ അപ്പുറത്ത് കാണുന്ന പെറ്റ്സ് ആൻഡ് അക്വാറ്റിക് വേൾഡിൽ നിന്ന് നമ്മുടെ അവിടെ ചാനലിൽ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് മൊത്തങ്ങൾ കിട്ടുന്നതായിരിക്കും. കുറേ യൂസ്ഫുൾ ആയ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. അതുപോലെ വല്ല വീഡിയോസ് ഇടണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ കൊടുക്കാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായും എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആക്കി ഇട്ടിരിക്കും. അപ്പോൾ ബൈ. അടുത്ത വീഡിയോ നല്ലൊരു ടോപ്പിക്കായി കാണാവുന്നതാണ്.